അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا إن تطيعوا الذين كفروا يردوكم على أعقابكم فتنقلبوا خاسرين. സ്നേഹാധീനരായ സഹോദരി സഹോദരങ്ങളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിച്ച് പാലിക്കുന്ന മുത്തക്കീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു തആല നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ തദബ്ബുർ എല്ലാവർക്കും അറിയാം. ആ വേർഡിൻ്റെ അർത്ഥവും ഏകദേശം എനിക്ക് തോന്നുന്നു കുറച്ച് നാളുകളായിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ വിഷയത്തെക്കുറിച്ച് അഫലാ തദബ്ബറുൽ ഖുർആൻ, നിങ്ങൾ എന്തുകൊണ്ട് ഖുർആനെക്കുറിച്ച് ആലോചിക്കുന്നില്ല, ഖുർആനിൻ്റെ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങൾ ഓരോരുത്തർക്കും എന്നേക്കാൾ അറിവുണ്ടാകും ആ വിഷയത്തിൽ. കാരണം എന്താണ്, തുടർന്നുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഓരോരുത്തരും ആ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നവരാണ്. ഇപ്പോൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 2 ആയത്തുകളാണ്. അതിൽ ഒന്നാമത്തെ ആയത്താണ് ഞാൻ ആദ്യമായി ഓതി വെച്ചത്. സൂറത്ത് ആലി ഇമ്രാനിലെ 149 വചനമാണ്. ഈ ആയത്തുമായി കൊണ്ട് ഈ ആയത്തിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഈ ആയത്തുമായി റിലേറ്റഡ് ആയിക്കൊണ്ട് സംഭവിച്ചിട്ടുണ്ട്. ഈ ക്ലാസ്സിൽ നിന്നും ഇവിടെ നിന്നും ഇന്നത്തെ ഈ ക്ലാസ്, ഈ 1 മണിക്കൂറത്തെ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ അല്ലാഹു തആല ഈ 2 ആയത്തുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിപ്പിച്ചു കൊടുത്തത് എന്ത് കൊണ്ട്, അല്ലെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആയത്തുകൾ അവതരിപ്പിച്ചതെന്ന് നമ്മൾ ഇവിടെ ഈ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. അറിഞ്ഞിരിക്കേണ്ടത്, ഒന്നാമതായിക്കൊണ്ട് ഈ ക്ലാസ് ലക്ഷ്യം വെക്കുന്നത്, ഈ ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം ഇതിൻ്റെ ഈ ആയത്ത് അവതരിക്കുന്നതിൻ്റെ കാരണമാണ്, സബബുൻ നുസൂലാണ്. അല്ലാഹു തആല എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആയത്ത് അവതരിപ്പിച്ചത് എന്നതിൻ്റെ സബബുൻ നുസൂലാണ് ഒന്നാമത്തെ വിഷയം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. രണ്ടാമതായിക്കൊണ്ട് ഈ ആയത്തിൽ പ്രമുഖ പണ്ഡിതന്മാർ ഏത് തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് പറഞ്ഞതിനെക്കുറിച്ചും നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മൂന്നാമതായിക്കൊണ്ട് നമ്മൾ ഈ ആയത്തിൽ നിന്നും എന്താണ് ഈ സാഹചര്യത്തിൽ ഉൾക്കൊള്ളേണ്ടത് എന്നും ഈ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, ചർച്ച ചെയ്യപ്പെടും. നമുക്കെല്ലാവർക്കും അറിയാം ഇതിൻ്റെ സബബുൻ നുസൂൽ, എന്തുകൊണ്ടാണ് അല്ലാഹു തആല ഈ ആയത്ത് അവതരിപ്പിച്ചത്. നമുക്ക് ആ ആയത്തിൻ്റെ മീനിങ്ങിലോട്ട് വരാം, അതിൻ്റെ അർത്ഥതലങ്ങളിലോട്ട് വരാം. അല്ലാഹു തആല പറഞ്ഞു, വിശ്വാസികളെ, നിങ്ങൾ അവിശ്വാസികളെ അനുസരിച്ചാൽ അവർ നിങ്ങളുടെ പഴയ നിലയിലേക്ക്, അവിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. അങ്ങനെ നിങ്ങൾ പരാജിതരായി തീരുമെന്നുള്ള വചനത്തിലാണ് അല്ലാഹു തആല അതിൻ്റെ അർത്ഥം നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ഇറങ്ങാനുണ്ടായ കാരണം ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ആയത്ത് അല്ലാഹു തആല അവതരിപ്പിച്ചത്. ഉഹദ് യുദ്ധം നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ. മുസ്ലിങ്ങൾ രണ്ടാമതായിക്കൊണ്ട് ഫേസ് ചെയ്ത ഏറ്റവും വലിയ യുദ്ധമായിരുന്നു ഉഹദ് യുദ്ധം. ഉഹദ് യുദ്ധത്തിൽ കുറേയേറെ കാരണങ്ങൾ, അതിൻ്റെ കാരണങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേയേറെ വിഷയങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനമർഹിക്കപ്പെട്ട കാര്യമാണ് 70ഓളം മുസ്ലിങ്ങൾ അതിൽ ഷഹീദാകുകയും അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വളരെ ദാരുണമായിക്കൊണ്ട് പരിക്കേൽക്കുകയും ചെയ്ത ഒരു യുദ്ധമായിരുന്നുവെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം, ഉഹദ് യുദ്ധം. അങ്ങനെ ഈ ഉഹദ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഇതിൽ പങ്കെടുക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കൽപ്പിച്ച കാരണത്തിൽ നിന്നും അവർ പിന്മാറുകയും ചെയ്ത കാരണത്താൽ ആ യുദ്ധം പരാജയപ്പെടുകയും അതിൻ്റെ കാരണത്തിൽ നിന്നുകൊണ്ട് അവിശ്വാസികളായിട്ടുള്ള ആളുകളും മുനാഫിക്കുകളായിട്ടുള്ള ആളുകളും വിശ്വാസികളോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. അതാണ് ഈ ആയത്തിൻ്റെ പശ്ചാത്തലം. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ആ നേരിട്ട പ്രയാസത്തിൽ നിന്നും അവിശ്വാസികളായിട്ടുള്ള ആളുകളും
മുനാഫിക്കുകളായിട്ടുള്ള ആളുകളും എന്ത് ചെയ്തു? അതൊരു കാരണമാക്കിക്കൊണ്ടെടുത്തുകൊണ്ട് വിശ്വാസികളെ കുറ്റപ്പെടുത്തുവാനും വിശ്വാസികളോട് പറയാനും തുടങ്ങിയെന്ത്? നിങ്ങൾ വീട്ടിലിരുന്നിരുന്നുവെങ്കിൽ, നിങ്ങൾ ഈ യുദ്ധത്തിന് പോയില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു ആപത്തുണ്ടാകുകയില്ലായിരുന്നു, നിങ്ങൾക്ക് ഇങ്ങോട്ട് കഷ്ടത ബാധിക്കുകയില്ലായിരുന്നുവെന്ന് മുനാഫിക്കുകളും അതുപോലെ തന്നെ അവിടുത്തെ അവിശ്വാസികളും എന്ത് ചെയ്തു? ഇങ്ങനെ പറഞ്ഞു നടക്കാൻ തുടങ്ങി. ഇത് കേട്ടപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെയാണ് അല്ലാഹു തആല ഈ ഖുർആൻ വചനം അവതരിപ്പിക്കുന്നത്. എങ്ങനെ? നിങ്ങൾ ഇതിന് ശേഷമുള്ള ആയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് കൂടുതലായിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. ഇതിൽ ഒന്നാമതായിക്കൊണ്ട് ഞാൻ പറഞ്ഞത് ഇതിന്റെ സബബുൻ നുസൂലാണ്. രണ്ടാമതായിക്കൊണ്ട് ഞാൻ പറഞ്ഞത് പണ്ഡിതന്മാർക്ക് ഇതിൽ ഏത് തരത്തിലുള്ള ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഏത് തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഉള്ളത് എന്നും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി വെക്കണം. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഈ ആയത്ത് വിശ്വാസികൾക്കൊരു മുന്നറിയിപ്പാണ്. നിങ്ങൾ കാഫിറുകളുടെ വാക്കുകൾ കേട്ട് അവരുടെ അഭിപ്രായങ്ങൾ അനുസരിച്ചാൽ അവർ നിങ്ങളുടെ ഈമാനിൽ നിന്ന് പിന്നോട്ട് കൊണ്ടുപോകുമെന്ന് മഹാപണ്ഡിതനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ശരിയാണ്. ഇന്നത്തെ ചാനലുകൾ എടുത്തു വെച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ചാനലുകളുടെ ചിന്താ വിഷയങ്ങൾ പോലും, അല്ലെങ്കിൽ ചാനലുകളിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ പോലും മുസ്ലിം ഉമ്മത്തിന്റെ മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നമാണ്. കാരണം എന്താണ്? പല ആളുകളും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ ഈ അഭിപ്രായത്തോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നുണ്ടോ എന്നൊരു ചിന്ത നമുക്ക് വരാറുണ്ട്. അല്ലെങ്കിൽ ഇവർ പറയുന്ന അഭിപ്രായം എത്രയോ ശരിയാണ് എന്ന് തോന്നലുകൾ ചിലപ്പോൾ എന്ത് ചെയ്യുക, വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ മനസ്സിൽ ഉണ്ടാക്കിയേക്കാം. അതിനുള്ള കാരണങ്ങൾ ഉടലെടുത്തേക്കാം. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏത് രീതിയിലാണ് പ്രവർത്തിക്കേണ്ടതെന്നും അല്ലാഹു തആല വ്യക്തമാക്കി തരുന്നു. കഴിഞ്ഞില്ല ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെ പറഞ്ഞപ്പോൾ ഇമാം ഖുർത്തുബി പറഞ്ഞു, യറുദ്ദൂക്കും അലാ ആക്കാബിക്കും എന്നത് മതത്തിൽ നിന്ന് പിന്മാറുക എന്ന അർത്ഥം അത് ശരീരമായി പിന്നോട്ട് പോകുക എന്നുള്ളതല്ല. നിങ്ങളുടെ ശരീരമായി കൊണ്ട് പിന്നോട്ട് പോകുക എന്നുള്ളതല്ല, പകരം ആത്മീയമായി കൊണ്ട് പിന്നോട്ട് പോകുക എന്നതാണ് ഇമാം ഖുർത്തുബി ഇതിന് അഭിപ്രായപ്പെട്ടത്. അതായത് രണ്ട് പണ്ഡിതന്മാരുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രണ്ട് അഭിപ്രായങ്ങൾ ഓരോ ആയത്തിന്റെയും ഓരോ വേർഡിന്റെയും അടിസ്ഥാനത്തിൽ അവരതിനെ വിശദീകരിച്ചു തന്നു. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ പൂർണ്ണമായിട്ടുള്ള രീതിയിൽ വളരെ വിശാലമായ രീതിയിൽ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിന്റെ ആയത്തുകൾ വളരെ വ്യക്തമായി കൊണ്ട് ചൂസ് ചെയ്തുകൊണ്ട് ഇമാം ഖുർത്തുബി പറഞ്ഞു, എന്താണ് ഇത്? ആത്മീയമായി കൊണ്ട് പുറകോട്ട് പോകലാണ്. ഇന്നത്തെ സോഷ്യൽ മീഡിയകൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ, ഏത് രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്, അവിശ്വാസികളുടെ അഭിപ്രായങ്ങളോട് ഒരു നൈർമല്യം പുലർത്തുന്ന ഒരു നർമ്മത്തോടുകൂടി, അതല്ല എങ്കിൽ ഒരു സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് കാര്യങ്ങളെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അത് തികച്ചും അതിൽ നിന്നും വിട്ടു നിൽക്കണമെന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി മൂന്നാമതായി കൊണ്ട് സാദി എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. സാദി പറഞ്ഞു, അള്ളാഹു ഇവിടെ വിശ്വാസികളോട് ആവശ്യപ്പെടുന്നത് തന്റെ മതത്തിൽ സ്വതന്ത്രമായി ചിന്തിക്കുക, അവിശ്വാസികളുടെയോ അതുപോലെ തന്നെ ലോകവാദികളുടെ പ്രേരണയ്ക്ക് വഴങ്ങരുത് എന്നാണ്. അതായത് സ്വതന്ത്രപരമായിട്ടുള്ള ചിന്താഗതികൾ വെച്ചു പുലർത്തുന്ന ആളുകൾ എല്ലാം ഇപ്പോൾ അതായത് ഇന്നത്തെ പുതിയ ജനറേഷൻ അവർ കണ്ടുപിടിച്ചിരിക്കുന്ന അതല്ല എങ്കിൽ ന്യൂ ജനറേഷന്റെ അവരിൽ നിന്നും ഉടലെടുത്ത ഒരു കാര്യമാണ് എന്ത്? ഫ്രീ ചിന്താഗതി, ഫ്രീ തോട്ട്സ്. അതായത് ഇന്നലെ ഒരു കുട്ടിയോട് സംസാരിച്ചപ്പോൾ ആ കുട്ടി എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞത് ആ കാലഘട്ടത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും, 1500 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാകുക. എന്നാൽ ഈ 2025 ജീവിക്കുമ്പോൾ അത് രണ്ടും രണ്ട് അറ്റങ്ങളിലല്ലേ. ഒരിക്കലും ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ലല്ലോ, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ അഭിപ്രായം നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഇത്തരത്തിലുള്ള കുട്ടികളിൽ പോലും ഇത്തരത്തിലുള്ള ചിന്താഗതികൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കണം? കാരണം തീർച്ചയായിട്ടും അവരുടെ അതായത് സോഷ്യൽ മീഡിയകൾ, അതുപോലെ തന്നെ ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകൾ
ചിന്തകൾ, ചർച്ചകൾ ഇതെല്ലാം അവരെന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെക്കുറിച്ച് വീക്ഷിക്കുന്നുണ്ട്. കാരണം ഇസ്ലാം എന്ന് പറഞ്ഞ് ഇസ്ലാം പഠിപ്പിക്കുന്ന ഇസ്ലാമിന്റെ തത്വങ്ങളെ കുറിച്ച് പഠിക്കുന്നതിൽ നിന്നും മനസ്സിലാക്കുന്നതിൽ നിന്നും ഒരു ഫ്രീ തോട്ട്സ്, അതായത് ഇങ്ങനെ ചെയ്താൽ ശരിയാകില്ലല്ലോ, അങ്ങനെ ചെയ്താൽ ശരിയാകില്ലല്ലോ, സ്ത്രീകളോടുള്ള വിഷയങ്ങൾ വരുമ്പോൾ, മ്യൂസിക്കിനോടുള്ള വിഷയങ്ങൾ വരുമ്പോൾ കുട്ടികളുടെ മനസ്സുകൾ പോലും, അതായത് കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഇത്തരത്തിലുള്ള തോട്ട്സുകൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ഓരോരുത്തരും പുനർവിചിന്തനം നടത്തേണ്ടിയിരിക്കുന്നു. കാരണം എല്ലാം ഒരു ഫ്രീ മൈൻഡാണ്. എല്ലാ കാര്യങ്ങളും ഒരു ഫ്രീ ആയിക്കൊണ്ട് സ്വീകരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത്? കുട്ടികൾക്ക് പോലും ഈ രീതിയിലുള്ള ചിന്താഗതികൾ ഉണ്ടാകുന്നത്. നമ്മൾ മാതാപിതാക്കൾ, നമ്മൾ രക്ഷിതാക്കൾ ഏത് തരത്തിലാണ് ദീനിന്റെ വിഷയങ്ങളെ സ്വീകരിക്കുന്നതെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. വളരെ ലളിതമായ രീതിയിലാണോ ദീനിന്റെ കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കാറുള്ളത്? അതല്ല എങ്കിൽ ഇത് വിഷയമില്ല, ഇത് കുഴപ്പമില്ല, അത് മാത്രമാണ് കുഴപ്പം, ഇത് ശരിയാണ്, അത് തെറ്റാണ് എന്ന രീതിയിൽ ദീനിന്റെ വിഷയം വരുമ്പോൾ നമ്മൾ ഏത് രീതിയിൽ തീരുമാനമെടുക്കുന്നു എന്നുകൂടി നമ്മൾ ആലോചിച്ച് നോക്കുക. കഴിഞ്ഞ സഹോദരങ്ങളെ, ഈ ഒരു വിഷയം ഈ ഖുർആനിന്റെ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് കുറച്ചേറെ കാര്യങ്ങൾ ചിന്തിച്ചു നോക്കാം. ഈ ആധുനികമായിട്ടുള്ള ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ ആയത്തും അതുപോലെ തന്നെ ഈ ആധുനികമായിട്ടുള്ള ജീവിതവും നമുക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കാം. ഒന്നാമതായി കൊണ്ട് പറഞ്ഞത്, ആരെയാണ് നാം കേൾക്കേണ്ടത്? ഫസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, ആരെയാണ് നാം കേൾക്കേണ്ടത്? ആരിലേക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഏതൊരു കാര്യത്തിൽ നിന്നാണ് നമ്മൾ തീരുമാനമെടുക്കേണ്ടത്? നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കുക. നമ്മൾ ആരെയാണ് പിന്തുടരേണ്ടത്? എന്തിനെയാണ് പിന്തുടരേണ്ടത്? എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. ആരെയാണ് പിന്തുടരേണ്ടത്? ഒന്നാമതായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പിന്തുടരേണ്ടത് ഖുർആനിനെയാണ് നമ്മൾ പിന്തുടരേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെയാണ് നമ്മൾ പിന്തുടരേണ്ടത്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ചിലപ്പോൾ ഈ കാലഘട്ടത്തോടൊപ്പം സഞ്ചരിക്കുവാൻ പുറത്തു നിന്ന് നോക്കുന്ന ആളുകൾക്ക് ഇതൊരു പ്രയാസമായി കൊണ്ട് തോന്നിയേക്കാം. അതാണ് ഹിജാബിന്റെ വിഷയവും, അതാണ് താടിയുടെ വിഷയവും, അതാണ് മറ്റുള്ള ഇത് ദീനുമായി കൊണ്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളിൽ ചർച്ച വരാനുള്ള കാരണം എന്താണ്? ഈ ഒരു കാരണം കൊണ്ടാണ് ചർച്ചകൾ ഉണ്ടാകുന്നത്. കാരണം എന്താണ്? പുറത്തു നിന്ന് നോക്കുന്നവർക്ക് ഇതൊരു ബുദ്ധിമുട്ടായി കാണും. എങ്കിൽ പോലും മുസ്ലിങ്ങളായ നമ്മൾക്ക് പോലും ചില കാര്യങ്ങൾ, ഇസ്ലാമിന്റെ ദർശനങ്ങൾ ഉൾക്കൊള്ളുവാൻ, പിൻപറ്റുവാൻ എന്താണ് നമ്മൾ അതിൽ നിന്നും തടയുന്നത്? ആലോചിച്ച് നോക്കുക സഹോദരങ്ങളെ. ദീനിന്റെ വിഷയം വരുമ്പോൾ ഒരു കാര്യം തീരുമാനിക്കുവാൻ, ഒരു കാര്യം ഡിസൈഡ് ചെയ്യുവാൻ നമ്മൾ ഏതൊരു വിഷയമാണ് തടയുന്നത്? ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കാതെ അതിൽ നിന്നും പിന്തിരിയാനുള്ള ഒരു മാനസിക അവസ്ഥ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നു എന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് ആലോചിച്ച് നോക്കുക. അതിനുള്ള ഉത്തരം നമുക്ക് കിട്ടും. ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ തീരുമാനങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്കുക. ഈ ആധുനികമായിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ, ഈ ചുറ്റുപാടുകൾ ജീവിക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. എത്തരത്തിലുള്ള തീരുമാനങ്ങളാണ് ഞാൻ എടുക്കുന്നതെന്ന്, എത്തരത്തിലുള്ള ആശയങ്ങളെയാണ് ഞാൻ പിന്തുടരുന്നതെന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് അതിനുള്ള കറക്റ്റായിട്ടുള്ള ആൻസർ കിട്ടും, കറക്റ്റായിട്ടുള്ള മറുപടി കിട്ടും. ഖുർആനെയാണോ പിൻപറ്റുന്നത്, അതോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെയാണോ പിൻപറ്റുന്നത് എന്നുള്ള ചെറിയൊരു വിഷയം, ഏതൊരു വിഷയം എടുത്താലും ഇന്നലകളിൽ കൊച്ചിയിൽ സംഭവിച്ചത് അതാണെങ്കിൽ ഇതുപോലുള്ള കടന്നു വരുന്ന കാലഘട്ടങ്ങളിൽ ഇനി എത്രയേറെ കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ഇതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് ആരാണ്? നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മൾ എങ്ങനെയാണ് ഇതിനുള്ള സാഹചര്യം ഉണ്ടാക്കിക്കൊടുത്തത്? ഖുർആനിൽ നിന്നും നമ്മൾ വ്യതിചലിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്നും വ്യതിചലിച്ചത് കൊണ്ട് മാത്രമാണ് സഹോദരങ്ങളെ മറ്റുള്ളവർക്ക് നമ്മൾ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് സംസാരിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുത്തതാണ്. ആരാണ് ഒരുക്കി കൊടുത്തത്? നമ്മളാണ് ഇതിനെല്ലാം ഉത്തരവാദി. നമ്മളാണ്. ഇങ്ങനെയും സ്വീകരിക്കാം, അങ്ങനെയും സ്വീകരിക്കാം. ഒരു എന്താ പറയുക, ഒരു തീരുമാനങ്ങൾ എടുക്കാൻ ഒരു അടിയുറച്ചൊരു തീരുമാനമെടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള, അങ്ങനെ ആയാലും കുഴപ്പമില്ല, ഇങ്ങനെ ആയാലും കുഴപ്പമില്ല, മഫ്ത ഇട്ടാലും കുഴപ്പമില്ല, മഫ്ത ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു വിഷയമില്ല ആർക്കും. ഒരാളും അതിനെക്കുറിച്ച് ബോധമില്ല. കാരണം എന്താണ്? തീരുമാനമെടുക്കേണ്ടത് നമ്മളാണ്. ഇത് കാണിച്ചു കൊടുത്ത് തരാൻ നമ്മളാണ്. ഇങ്ങനെ നടക്കാം, അങ്ങനെ നടക്കാം, ഏത് രീതിയിലും ഏത് കോലത്തിൽ നടക്കാനും ആർക്കും ഒരു കുഴപ്പമില്ല, ഏത് രീതിയിൽ നടക്കാനും ആർക്കും ഒരു കുഴപ്പമില്ല. പക്ഷെ തീരുമാനം ആരെടുത്തു? തീരുമാനം ആരുടേതായിരുന്നു?
ദീനിൽ നിന്നും വിട്ടുനിൽക്കുവാൻ, അല്ലെങ്കിൽ ദീനിൽ നിഷ്കർഷിച്ച ഒരു കാര്യം അതിൽ നിന്നും വിട്ടുനിൽക്കുവാൻ നമുക്ക് എങ്ങനെ സാധിച്ചു? നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചു നോക്കുക. ഫിത്നകൾ ഉണ്ടാകും. ഖുർആനിനെ ഉപേക്ഷിക്കുമ്പോൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ ഉപേക്ഷിക്കുമ്പോൾ, പ്രവാചകന്റെ പാഠങ്ങളെ നമ്മൾ വിട്ടുനിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും. മുസ്ലിം ഉമ്മത്തിന് പരീക്ഷണങ്ങൾ ഉണ്ടാകും. അതായത് ദീനിൽ നിന്നും വിട്ടുനിൽക്കുമ്പോൾ ദീനിന് നേരെ ആളുകൾ കൂടിയെടുക്കും. അവർ എന്ത് ചെയ്യും? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ എങ്ങനെയാണോ ഇസ്ലാം ആരംഭിച്ചത് അത് ജഹാലത്തിൽ നിന്നാണ്, അതായത് ഒന്നുമില്ലാത്തതിൽ നിന്നും അജ്ഞതയിൽ നിന്നാണ് ഇസ്ലാം എന്ത് ചെയ്തത്? ആരംഭിച്ചത്. തീർച്ചയായിട്ടും എന്ത് ചെയ്യും? അജ്ഞതയിലേക്ക് മടങ്ങുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചതെന്നാണ് സഹോദരങ്ങളെ. നമുക്ക് പഠിപ്പിച്ചെന്ന കാര്യങ്ങളാണ്. ഇന്ന് നമ്മുടെ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് വളരെ വ്യക്തമായിക്കൊണ്ട് കാണാൻ കഴിയും. ആരാണ് ഉത്തരവാദി? ഒരാളെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഒരു സംഘടനയുടെ മേലും നമുക്ക് ഇത് പഴിചാരാൻ പറ്റില്ല. ഇതിനെല്ലാം ഉത്തരവാദി നമ്മളാണോ? നമ്മൾ സ്വീകരിച്ച ആദർശമാണോ, ആശയമാണോ എന്ന് നമ്മൾ ഓരോരുത്തരുമാണ് ചോദിക്കേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്നാമതായി കൊണ്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്തിനെയാണ് പിൻപറ്റുന്നത് എന്നാണ്. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരെയാണ് നമ്മൾ പിൻപറ്റുന്നത് എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ രണ്ടാമതായി കൊണ്ട് മനസ്സിലാക്കേണ്ടത് മതത്തിന്റെ ശക്തി മനസ്സിന്റെ ഉറപ്പിലാണ്. അതല്ലാതെ കേവലം വാക്കുകൾ പറയുന്നത് കൊണ്ടല്ല മതത്തിന്റെ ശക്തി ഉണ്ടാകുക, മനസ്സിലെ ഉറപ്പാണ്. ഒരു മനുഷ്യനെ കാണുമ്പോൾ, ഒരു ആടിനെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു പെണ്ണിനെ കാണുമ്പോൾ ഇവൻ ഏത് മതത്തിനെ അനുസരിച്ചാണ് വിശ്വസിക്കുന്നതെന്ന്, അതല്ലെങ്കിൽ ഏത് മതത്തിനെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്നതെന്ന് അവന്റെ വസ്ത്രദാനം കാണുമ്പോൾ, അല്ലെങ്കിൽ അവളുടെ വസ്ത്രധാരം കാണുമ്പോൾ ഒരാളും ചോദിക്കാതെ, ഒരാളും പറയാതെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് എങ്കിൽ അത് മനസ്സുകൊണ്ടെടുത്ത തീരുമാനമാണ്. കേവലം വാക്കുകൾ കൊണ്ടെടുത്ത തീരുമാനമല്ല. വാക്കുകൾ കൊണ്ട് പല തീരുമാനങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ടാവും. പക്ഷെ അത് വാക്കുകൾ കൊണ്ടെടുക്കുന്ന തീരുമാനമല്ല, മനസ്സുകൊണ്ടെടുക്കേണ്ട തീരുമാനമാണ്. മനസ്സുകൊണ്ടാണ് തീരുമാനം എടുക്കേണ്ടത്. മനസ്സുകൊണ്ട് തീരുമാനമെടുത്താലേ ദീനിൽ അടിയുറച്ച് നിൽക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടായപ്പോൾ പോലും ആ ദീനിൽ നിന്നും വിട്ടുനിൽക്കാതെ അതിൽ അടിയുറച്ച് നിൽക്കുവാൻ സ്വഹാബത്തിന് കഴിഞ്ഞത്, പ്രവാചകന്മാർക്ക് കഴിഞ്ഞത്. അവർക്കിതെങ്ങനെ സാധിച്ചു? ആക്രമിക്കപ്പെടുമ്പോൾ, കൊല്ലപ്പെടുമ്പോൾ ഈ ഒരു ആദർശം സ്വീകരിച്ചതിന്റെ പേരിൽ, ഈ ഒരു ദീൻ അനുസരിച്ചതിന്റെ പേരിൽ ഇത്തരത്തിലുള്ള പീഡനങ്ങൾ സഹിക്കുമ്പോൾ പോലും അവരെ അടിയുറച്ച് നിർത്തിയതെന്നാണ്. അവർ മനസ്സുകൊണ്ട് എന്ത് ചെയ്തു? അതിനെ സ്വീകരിച്ചത് കൊണ്ടാണ്. സഹോദരങ്ങളെ, നമ്മുടെ കാര്യമെടുത്ത് ആലോചിച്ച് നോക്കുക. ഒരു തീരുമാനമെടുക്കുമ്പോൾ ഏത് രീതിയിലാണ് നമ്മൾ തീരുമാനമെടുക്കേണ്ടത്? ആയത്ത് നമുക്ക് ഊന്നി നിന്നുകൊണ്ട് പറയുന്നത് എന്താണ്? ഈ ആയത്ത് നമ്മളോട് പറയുന്നതാണ് എന്താണ്? തീരുമാനമെടുക്കുമ്പോൾ മനസ്സുകൊണ്ട് തീരുമാനമെടുക്കുക, നാവ് കൊണ്ടല്ല തീരുമാനമെടുക്കേണ്ടത്. മനസ്സിന് നമ്മൾ എന്ത് ചെയ്യുക? പ്രാധാന്യം നൽകുക. അതുകൊണ്ട് അവരുടെ ഈമാനെ കാണണമെങ്കിൽ ആ ഉഹദ് യുദ്ധത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ എന്ത് ചെയ്തു? വാർത്തകൾ എല്ലാ ആളുകളുടെയും ചെവിയിലെത്തി. അത്തരത്തിലുള്ള ഒരു കള്ളപ്രചരണം പറഞ്ഞ് ഉഹദ് യുദ്ധത്തിൽ നടന്നുവെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു എന്ന് പോലും എന്ത് ചെയ്തു? ആളുകളുടെ മുനാഫികൾക്കും അവിശ്വാസികൾക്കും വിശ്വാസം പടർത്തുവാൻ, വിശ്വാസം നൽകുവാൻ അവർക്ക് കഴിഞ്ഞു. എന്നിട്ട് അവരുടെ വിശ്വാസം എന്തായിരുന്നു? ആരൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും ഇന്നല്ലാഹ മഅനാ, അല്ലാഹു തആല ഞങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസമായിരുന്നു അവരെ അവിടെ അടിയുറച്ച് നിർത്തുവാൻ അവർക്ക് അവിടെ സാധിച്ചത്. നമ്മൾ മറന്നു പോകാൻ പാടില്ല. പ്രയാസങ്ങളും പ്രതിസന്ധികളും എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തിലുടനീളം ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തിൽ അത്തരത്തിലുള്ള വിശദീകരണങ്ങൾ വരുന്നുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം? അതിനെക്കുറിച്ച് അടുത്ത ആയത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് മൂന്നാമതായിക്കൊണ്ട് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വാക്ക് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. യറുദ്ദൂക്കും, അവർ നിങ്ങളെ മടക്കും. അവർ നിങ്ങളെ എന്തിലേക്ക് മടക്കും? എവിടേക്കാണ് മടക്കേണ്ടത്? എവിടേക്ക് മടക്കും? അവിശ്വാസത്തിലേക്ക് നിങ്ങളെ മടക്കും. നിങ്ങൾ എടുക്കുക, ഇന്നത്തെ കാലഘട്ടം എടുക്കുക, ജ്യൂസിലെ ചർച്ചകൾ കാണുക. അതല്ല എങ്കിൽ ഈ പുത്തൻ രീതിയിലുള്ള ഒരു മോഡേണിസം, അതായത് എല്ലാത്തിനും ഒരു പുതിയ കാഴ്ചപ്പാട് നൽകുന്ന വേദികൾ എടുത്തു വെച്ച് നോക്കുക. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇസ്ലാമിലെ നിയമങ്ങൾ,
ഇസ്ലാമിലെ നിയമങ്ങൾ ഏത് രീതിയിൽ നിഷ്കർഷിക്കുന്നുവോ അതിനെ പിൻപറ്റുവാൻ, അതിനോട് വൈമുഖ്യം കാണിക്കുന്ന കുട്ടികളെയും ഒരു ജനറേഷനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവർക്കെല്ലാം നമ്മളാണ് അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. ഇതാണ് ദീൻ, ഇങ്ങനെയാണ് ദീൻ പഠിപ്പിക്കേണ്ടതെന്ന്. അതുകൊണ്ട് ആളുകൾ പറയും, എന്താണ് പറയുന്നത്? മതം എന്നുള്ളത് മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പോലും ആളുകൾക്ക് പറയാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? വിശ്വാസത്തിൽ നിന്നും തിരിച്ചുകൊണ്ട്, ആ ഒരു വിശ്വാസത്തിൽ നിന്നും തിരിച്ചു മുസ്ലിമിനെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി, അവിശ്വാസിയായി തീർക്കുവാൻ വേണ്ടി അവർ പരിശ്രമിക്കുമെന്ന് അല്ലാഹു തആല പറഞ്ഞു നിർത്തിയത് സഹോദരങ്ങളെ നമ്മൾ ഇവിടെ മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മനസ്സിൽ ഒരു ആദർശത്തെ സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ആയത്തിനെ ഉൾക്കൊള്ളുമ്പോൾ ഏത് രീതിയിലാണ് എനിക്കതിനെ ഉൾക്കൊള്ളാൻ കഴിയുക എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടിയിരിക്കുന്നു. ഈ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ആദ്യമായി കൊണ്ട് ഓതി വെച്ചത് സൂറത്തുൽ ആലി ഇംറാനിലെ 149 വചനമാണ്. 149 വചനത്തിൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന് തുടങ്ങി അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? ആ ആയത്ത് ഞാൻ ഒന്നും കൂടി ഓതിത്തരാം. യാ അയ്യുഹല്ലദീന ആമനു ഇൻ തുതീഉല്ലദീന കഫറു യറുദ്ദുകും അലാ അഅഖാബികും ഫതൻഖലിബു ഖാസിരീൻ എന്ന് അല്ലാഹു തആല സൂറത്തുൽ ആലി ഇംറാനിലെ 149 വചനത്തിലൂടെ ഇങ്ങനെ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, നെഞ്ചിൽ കൈവെച്ചുകൊണ്ട് ചോദിക്കുക, ഞാനൊരു വിശ്വാസിയാണോ എന്ന്. അല്ലാഹു തആല ഇത് എന്നോടാണോ പറഞ്ഞതെന്ന് നമ്മൾ ഓരോരുത്തരും ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട്, ഈ സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. യാ അയ്യുഹല്ലദീന ആമനു, അല്ലാഹു തആല ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന് അഭിസംബോധന ചെയ്യുമ്പോൾ ഈ ആയത്ത് എനിക്ക് മനസ്സുകൊണ്ട് വഹിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യുക? ജീവിതത്തിൽ ആലോചിച്ച് നോക്കുക. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഇൻ തുതീഉല്ലദീന കഫറു, നിങ്ങൾ അവിശ്വാസികളെ അനുസരിക്കുന്ന പക്ഷം, നിങ്ങൾ അവിശ്വാസികളെ പിൻപറ്റുന്ന പക്ഷം, യറുദ്ദൂകും അലാ അഅഖാബികും, നിങ്ങളുടെ പഴയ നിലയിലേക്ക്, അവിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകും അവർ. വഅലാ അഅഖാബികും ഫതൻഖലിബു ഖാസിരീൻ, അങ്ങനെ നിങ്ങൾ പരാജിതരായി തീരുമെന്ന് അല്ലാഹു തആല സൂറത്തുൽ ആലി ഇംറാനിലെ 149 വചനത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നു. അപ്പോൾ ഈ ആയത്ത്, അതായത് ആലി ഇംറാനിലെ 149 ആയത്തിൽ ഞാൻ പറഞ്ഞു വെച്ച ലക്ഷ്യങ്ങൾ, ഞാൻ പറഞ്ഞു വെച്ചിരുന്നു. അതിൻ്റെ ലക്ഷ്യങ്ങൾ ഒന്ന് സബബുൻ നുസൂല് എന്താണ് അല്ലാഹു തആല ഈ സൂറത്ത് ഇറക്കിയതെന്ന്, അല്ലേ? നിങ്ങളെല്ലാവരും എനിക്ക് തോന്നുന്നത് അത് മനസ്സിലാക്കട്ടെ. ഏത് അടിസ്ഥാനത്തിലാണ് അല്ലാഹു തആല സൂറത്ത് ഈ ആയത്ത് അവതരിപ്പിച്ചത്? ഏത് വിഷയവുമായി ബന്ധപ്പെടുത്തിയാണ്? ഉഹദ് യുദ്ധം. രണ്ടാമതായിക്കൊണ്ട് ഞാൻ എൻ്റെ ലക്ഷ്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞിരുന്നു, ഇത് ഞങ്ങൾ പഠിപ്പിക്കുന്ന രീതിയാണ്. ഒരു ക്ലാസ് എടുക്കുമ്പോൾ കുറച്ച് ഒരു ഒബ്ജക്റ്റീവ്സ്, അതായത് കുറച്ച് ലക്ഷ്യങ്ങൾ ഞങ്ങൾക്കുണ്ടാവും. ആ ലക്ഷ്യങ്ങൾ കൺവേ ചെയ്യുക എന്നുള്ളതാണ് ഒരു അധ്യാപകന്റെ ലക്ഷ്യം. ആ ലക്ഷ്യങ്ങൾ കവർ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമതായിക്കൊണ്ട് നമ്മൾ ഈ ക്ലാസിന്റെ തുടക്കം തന്നെ ഞാൻ പറഞ്ഞു, രണ്ടാമതായിക്കൊണ്ട് പറഞ്ഞത് എന്താണ്? ലക്ഷ്യമായി അതായത് പണ്ഡിതന്മാരുടെ വാക്കുകൾ, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാക്കുകൾ നമ്മൾ ശ്രവിച്ചു. അതുപോലെ തന്നെ 2 മുഫസ്സിരീങ്ങളിലെ കൂടെ നമ്മൾ എന്ത് ചെയ്തു? വാക്കുകൾ ശ്രമിച്ചു. അതുപോലെ തന്നെ മൂന്നാമതായിക്കൊണ്ട് പറഞ്ഞത് ഈ ആയത്തിന് ഏത് രീതിയിലാണ്, അതായത് ഈ ആധുനിക കാലഘട്ടവുമായിക്കൊണ്ട് ഏത് രീതിയിൽ നമുക്ക് ഈ ആയത്തിനെ അനുമാനിക്കാം എന്ന രീതിയിലുള്ള 3 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? ഈ ആയത്തിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇവിടെ സംസാരിച്ചു. ഞാൻ വിശ്വസിക്കുന്നു ഈ കാര്യം നിങ്ങളിലേക്ക് എത്തിക്കപ്പെട്ടു എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആയത്തിലേക്ക് പോയി നോക്കാം. എന്താണ് അല്ലാഹു തആല ആ ആയത്തിലൂടെ നമ്മളോട് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. യാ അയ്യുഹല്ലദീന ആമനു എന്ന് തുടങ്ങുന്ന ആയത്തിൽ അല്ലാഹു തആല, ഇത് സൂറത്തുൽ ആലി ഇംറാനിലെ 156 വചനമാണ്. സൂറത്തുൽ ആലി ഇംറാനിലെ 156 വചനം. എനിക്ക് തോന്നുന്നു ഈ ക്ലാസിൻ്റെ ഈ നോട്ടുകൾ എല്ലാവരിലേക്കും എത്തുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അയച്ചു കൊടുക്കുക. അല്ലെങ്കിൽ സൂറത്തുൽ ആലി ഇംറാനിലെ 156 വചനത്തിൽ അല്ലാഹു തആല എന്താണ് നമുക്ക് പറയാൻ നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് ആയത്ത് ഏത് സൂറത്തിലെ എത്രാമത്തെ ആയത്താണ്? ആലി ഇംറാൻ 149. ആലി ഇംറാൻ 149. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആയത്ത് ആലി ഇംറാൻ 156 ആയത്ത് കേട്ടോ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ ആയത്തുകളെല്ലാം സെയിം, അതായത് ഈ സബബുൻ നുസൂലിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അല്ലാഹു തആല ഇറക്കിയിരിക്കുന്നത്. മനസ്സിലാക്കുക സഹോദരങ്ങളെ, അല്ലാഹു തആല ഈ സൂറത്തിനെ അവതരിപ്പിച്ചത്, അതായത് ഈ ആയത്തുകളെല്ലാം ഉൾക്കൊള്ളുന്നത് എല്ലാം സബബുൻ നുസൂൽ മുഴുവനും എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഈ ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായി അവതരിപ്പിക്കപ്പെട്ട ആയത്തുകളാണ്. മനസ്സിലാക്കുക സഹോദരങ്ങളെ.
നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്താണ് മനസ്സിലാക്കി, ഖുർആനുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കിയൊരു വിഷയം, അതായത് ഖുർആൻ നമ്മൾ ഓതാറുണ്ട്, ഖുർആൻ നമ്മൾ പാരായണം ചെയ്യാറുണ്ട്, ഖുർആനെ കുറിച്ച് നമ്മൾ പഠിക്കാറുണ്ട്. പക്ഷേ ഖുർആനെ കുറിച്ച് നിങ്ങളുടെ അതായത് നമ്മൾ ഇവിടെ ഇന്നത്തെ ആ ഹെഡിങ് ടൈറ്റിൽ എന്താണ്, തദബ്ബുർ, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ എന്നുള്ളതാണ്. ഏതൊക്കെ തലത്തിൽ ചിന്തിക്കാറുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ആലോചിച്ച് നോക്കുക. ഖുർആനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യുക, ആലോചിച്ച് നോക്കുക. രണ്ടാമത്തെ ആയത്തിലേക്ക് നമുക്ക് പോകാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തകൂനൂ കല്ലദീന കഫറൂ വഖാലൂ ലിഇഖ്വാനിഹിം ഇദാ ളറബൂ ഫിൽ അർളി ഔ കാന ഗുസ്സൻ ലൗ കാനൂ ഇൻദനാ മാ മാതൂ വമാ ഖുതിലൂ ലിയജ്അലല്ലാഹു ദാലിക ഹസറതൻ ഫീ ഖുലൂബിഹിം വല്ലാഹു യുഹീ വയുമീത് വല്ലാഹു ബിമാ തഅമലൂന ബസീർ. എന്താണ് അല്ലാഹു തആല ഈ ആയത്തിൽ വിശദീകരിക്കുന്നതെന്നും ഈ ആയത്തിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇൻഷാ അല്ലാഹ് 8 കാര്യങ്ങൾ, ഈ ആയത്തിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് 8 കാര്യങ്ങൾ, വിഷയം കറക്റ്റ് സമയത്ത് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കും. പക്ഷെ 8 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. ഈ ആയത്തിനെ ബന്ധപ്പെടുത്തി 8 കാര്യങ്ങളും കൂടി നമ്മൾ എന്ത് ചെയ്യുക, 8 കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഞാൻ എന്ത് ചെയ്യുന്നത്, ഇൻഷാ അല്ലാഹ് ഞാൻ തുടക്കം തന്നെ എന്ത് ചെയ്യും, പറയും. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഓരോന്നിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും ഇൻഷാ അല്ലാഹ്. 8 കാര്യങ്ങളാണ് ഈ ആയത്തിനെ ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം എന്താണ് അല്ലാഹു തആല ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, ഹേ വിശ്വസിച്ചവരെ. ഇത് വിശ്വാസികളോട് പറയുമ്പോൾ വിശ്വാസിക്കൊരു ഫീലിംഗ് ഉണ്ടാകണം, ഇത് എന്നോടാണ് അല്ലാഹു തആല സംസാരിക്കുന്നതെന്ന്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ ഇമാം ഖത്തീബ് ഈ ഖുത്ബ പറയുമ്പോൾ അദ്ദേഹം ഈ അറബിയിൽ ചില വാക്കുകൾ പറയാറുണ്ട്. എന്താണെന്നറിയാവാ, ഈ മുസ്ലിങ്ങളെന്ന് ഉപയോഗിക്കാറുണ്ട്, സഹോദരങ്ങളെന്ന് ഉപയോഗിക്കാറുണ്ട്, മുഅ്മിനീങ്ങളെന്ന് ഉപയോഗിക്കാറുണ്ട്. ഈ രീതിയിലുള്ള 3 രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. സഹോദരങ്ങളെന്ന് ഉപയോഗിക്കാറുണ്ട്, അതുപോലെ തന്നെ മുസ്ലിങ്ങളെന്ന് ഉപയോഗിക്കാറുണ്ട്, മുഅ്മിനീങ്ങളെന്ന് ഉപയോഗിക്കാറുണ്ട്. ഇതിന് 3 രീതിയിലുള്ള അർത്ഥമാണ് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇതിന് 3 രീതിയിലുള്ള അർത്ഥങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി വെക്കുക. സഹോദരങ്ങളെ അറിയുക, എല്ലാ മുസ്ലിങ്ങളും വിശ്വാസികളല്ല, എന്നാൽ എല്ലാ വിശ്വാസികളും മുസ്ലിങ്ങളാണ്. ജീവിതത്തിൽ പഠിച്ചു വെക്കുക, എല്ലാ മുസ്ലിങ്ങളും വിശ്വാസികളല്ല, എല്ലാ വിശ്വാസികളും മുസ്ലിങ്ങളാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളും മുഅ്മിനീങ്ങളാണോ എന്നുള്ള കാര്യം നമ്മൾ ഇതൊന്നും ആരോടും പറയേണ്ട കാര്യങ്ങളില്ല. ഇത് പുറത്തിറങ്ങി എന്ന് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളല്ല. നീ ഒരു വിശ്വാസിയാണോ വിശ്വാസി അല്ല എന്ന് പുറത്തിറങ്ങി മൈക്ക് കെട്ടി 4 ആളുകളുടെ മുമ്പിൽ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെയോ, അതല്ല എങ്കിൽ സോഷ്യൽ മീഡിയയിൽ വരേണ്ട ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് വീഡിയോ ഓൺ ആക്കിക്കൊണ്ട് റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പരസ്യപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു വിശ്വാസിയാണെന്ന് ഉറപ്പിക്കേണ്ട കാര്യമില്ല. ഒരു വിശ്വാസിയായി തീരാൻ വേണ്ടിയിട്ട് ആരോടും പറയേണ്ട കാര്യമില്ല. നമ്മൾ റബ്ബും തമ്മിലുള്ള വിഷയമാണത്. റബ്ബും നമ്മൾ പറഞ്ഞാൽ മതി, ഞാൻ വിശ്വാസിയാണോ അല്ലേ എന്ന് നമ്മൾ റബ്ബും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്, വേറെ ആരും പറയേണ്ട കാര്യമില്ല. അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ലാ തകൂനു കല്ലദീന കഫറു വഖാലൂ ലിഇഖ്വാനികും ഇദാ ളറബൂ ഫിൽ അർളി ഔ കാന ഗുസ്സൻ ലൗ കാനൂ ഇൻദനാ മാ മാതു വമാ ഖുതിലൂ ലിയജ്അലുല്ലാഹ ദാലിക ഹസറതൻ ഫീ ഖുലൂബിഹിം. അതായത് വലാ തകൂനു കല്ലദീന കഫറു, നിങ്ങൾ ഒരിക്കലും അവിശ്വാസികളെ പോലെ ആകാൻ പാടില്ല. എന്താണെന്നിട്ട് പറഞ്ഞത്, വഖാലു, അവർ പറഞ്ഞു. എന്താ പറഞ്ഞത്? ലി ഇഖ്വാനിഹിം, തങ്ങളുടെ സഹോദരങ്ങളോട് പറഞ്ഞു, ഇദാ ളറബൂ ഫിൽ അർളി ഔ കാനൂ ഗുസ്സൻ ലൗ കാനൂ ഇൻദനാ മാ മാതു വമാ ഖുതിലൂ ലിയജ്അലല്ലാഹു ദാലിക ഹസറതൻ ഫീ ഖുലൂബികും. അതായത് അല്ലെങ്കിൽ നിങ്ങൾ തങ്ങളുടെ സഹോദരങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുകയോ അല്ലെങ്കിൽ പടയെടുത്ത് പോകുന്നവരായിരിക്കുകയോ ചെയ്താൽ അവരെക്കുറിച്ച് ഇങ്ങനെ ചെയ്യുന്നവരെ പോലെ നിങ്ങളെ ആയിരിക്കരുത്. എന്താണ് പറഞ്ഞത്? അവർ നമ്മളുടെ അടുക്കലായിരുന്നുവെങ്കിൽ, അവർ നമ്മളുടെ ലൗ കാനൂ ഇൻദന, അവർ നമ്മളുടെ അടുക്കലായിരുന്നുവെങ്കിൽ
അവർ അവർ മരണപ്പെടുമായിരുന്നില്ല, അതല്ല എങ്കിൽ വമാ ഖുതിലു അവർ കൊല്ലപ്പെടുകയും ചെയ്യുമായിരുന്നില്ല. വല്ലാഹു യുഹീ വയുമീത് അല്ലാഹു ആണത്രേ മരിപ്പിക്കുന്നതും ജീവിപ്പിക്കുന്നതും. വല്ലാഹു ബിമാ തഅമലൂന ബസീർ അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി കണ്ടറിയുന്നതിനും അത്രേ എന്ന് ഖുർആനിലൂടെ അല്ലാഹു തആല സൂറത്തുൽ ആലി ഇംറാനിലെ 156-ാമത്തെ വചനത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇതിൽ 8 വിഷയങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ 8 കാര്യങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളുക, അല്ലെങ്കിൽ ജീവിതത്തിൽ മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞില്ല, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ഏകദേശം ഇതിനെക്കുറിച്ച് ഒരു സംഗ്രമം, അതായത് ലാസ്റ്റ് ഒരു ചുരുക്കി ഞാൻ എന്ത് ചെയ്യും, ഒരു സമ്മറി ഇൻഷാ അല്ലാഹ് ഇതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും. നമ്മൾ പോകുമ്പോൾ എന്തെങ്കിലും കിട്ടിയവനായിക്കൊണ്ട് നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകാൻ കഴിയണം, എന്തെങ്കിലും കിട്ടിയവനായിക്കൊണ്ട്. കാരണം ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതെൻ്റെ ശൈലി അങ്ങനെ ആയതുകൊണ്ടാണ്. കാരണം ഇത് പ്രാക്ടീസ് ചെയ്തത് അങ്ങനെയാണ്, അതല്ല എങ്കിൽ ശീലിച്ചു വന്നതും അങ്ങനെയാണ്. അതുകൊണ്ട് കൺവേ ചെയ്യുമ്പോൾ എപ്പോഴും അങ്ങനെ തന്നെ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഒരു പ്രാസംഗികൻ എന്ന നിലക്കൊന്നും ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. വെറും ജസ്റ്റ് ഒരു ക്ലാസ് ആയിക്കൊണ്ട് തന്നെ സ്വീകരിക്കുക. അതുകൊണ്ട് കുട്ടികളെ പഠിപ്പിച്ച് ശീലമുള്ള ഒരാളായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, ഈ രീതിയിൽ സംസാരിക്കുന്നത്. അതുപോലെ ഈ മണിക്കൂറുകളോളം പോലും ക്ലാസ് എടുക്കാറുണ്ട്. 2 മണിക്കൂർ 3 മണിക്കൂർ 4 മണിക്കൂർ 5 മണിക്കൂറും ക്ലാസ് എടുക്കാൻ വിഷയമില്ല. ഒരു സബ്ജക്റ്റ്, അതായത് പഠിപ്പിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര നേരം പറയാനും എന്ത് ചെയ്യില്ല, വിഷയമില്ല. അതുകൊണ്ടാണ് ഈ ആയത്തിനെയും ഈ ആയത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഏതൊക്കെ രീതിയിൽ ഡിസ്കസ് ചെയ്യാമെന്ന് ഞാൻ അതിനെക്കുറിച്ചൊരു പഠനം നടത്തിയിട്ടാണ് എന്ത് ചെയ്തത്, നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് നേരത്തെ എന്ത് ചെയ്യാൻ പറ്റിയത്, ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റിയത്, ആ ഒരു രീതിയിൽ നിങ്ങളോട് കൺവേ ചെയ്യാൻ പറ്റിയത്. പ്രശ്നമാണ്, ഞാൻ പറഞ്ഞില്ല, മലയാളം പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഈ വാക്കുകൾ കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ട്. വാക്കുകൾ കിട്ടാത്തതിന് വായിക്കാറുണ്ട്, പക്ഷെ എന്നാലും വാക്കുകൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് കേട്ടോ, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. ചിലപ്പോൾ ഈ ബുദ്ധിമുട്ടുള്ള ഒരു പ്രാസംഗികന് ഏറ്റവും വേണ്ടത് എന്താണ്, ഭാഷയാണ്. അവൻ്റെ ഭാഷയിൽ നിന്നുകൊണ്ടാണ് എന്ത് ചെയ്യുക, അവൻ സംസാരിക്കുക. അപ്പോൾ നമുക്ക് ഈ ആയത്തിൽ എന്തൊക്കെയാണ് അല്ലാഹു തആല പറഞ്ഞതെന്നും അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്നും നമുക്ക് നോക്കാം. ആദ്യമായിക്കൊണ്ട് ഈമാനും കുഫ്റും തമ്മിലുള്ള വ്യത്യാസം. ഫസ്റ്റ് അല്ലാഹു തആല ഈ ആയത്തിൽ നമുക്ക് പറഞ്ഞു തന്നത് എന്താണ്, ബൈനൽ ഈമാനി വൽ കുഫർ. ആദ്യം അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ലാ തകൂനു കല്ലദീന കഫറു. വിശ്വാസികളെ, നിങ്ങൾ ഒരിക്കലും അവിശ്വാസികളെ പോലെ ആയിത്തീരാൻ പാടില്ല. അതായത് സത്യം നിഷേധിക്കുന്നവരെ പോലെ നിങ്ങളാകാൻ പാടില്ല എന്ന് അല്ലാഹു തആല ആദ്യമായിക്കൊണ്ട് അല്ലാഹു തആല പറഞ്ഞു. എന്താണ് നമുക്ക് ഇതേക്കുറിച്ച് മനസ്സിലാക്കേണ്ടതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കാം. എന്താണ് അല്ലാഹു തആല ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? ലാ തകൂനു കല്ലദീന കഫറു, നിങ്ങൾ ഒരിക്കലും എന്താകാൻ പാടില്ല, ഒരു അവിശ്വാസികളെ കുറിച്ച് ആകാൻ പാടില്ല, ഒരു അവിശ്വാസികളെ കുറിച്ചാകാൻ പാടില്ല. ഓക്കെ, നമുക്ക് 2-3 കാര്യങ്ങൾ ആലോചിക്കാം. അവിശ്വാസികളും വിശ്വാസികളും തമ്മിൽ നമ്മളൊരു കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ, രണ്ടുപേരെയും നിർത്തിയിട്ടൊരു കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ നമ്മൾ ആദ്യമായി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്, അവരുടെ ജീവിതത്തിൽ അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസമില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുന്നു. വേറൊരു ജീവിതത്തെക്കുറിച്ചോ ഒന്നിനെക്കുറിച്ചോ ആലോചിക്കേണ്ട ആവശ്യമില്ല. രണ്ടാമതായി കൊണ്ട് എന്താണ് നമ്മൾ ആലോചിക്കേണ്ടത്, ജീവിതം എന്ന് പറയുന്നത് ഒരു യാദൃച്ഛികമാണ്. എവിടുന്നോ വന്നോ എങ്ങോട്ടോ പോകുന്നു, ദാറ്റ്സ് ഇറ്റ്. ഇതിൻ്റെ മേളിലപ്പുറത്തേക്ക് ഒരു ചിന്തയില്ല. ജീവിതം അതാണ്, യാദൃച്ഛികമാണ്. ഇന്നലെ കണ്ടുമുട്ടിയവനും ഇന്ന് കണ്ടുമുട്ടിയവനും എല്ലാവരും എന്താണ്, യാദൃച്ഛികമാണ്. നമ്മൾ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കില്ല. കാരണം ഒരു അവിശ്വാസിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം പഠനങ്ങൾ പറയുന്നത് എന്താണ്, ഇങ്ങനെയാണ്. കാരണം ഒരു യാദൃച്ഛികമാണ് ജീവിതം. മൂന്നാമതായിക്കൊണ്ട് പറഞ്ഞത്, മരിച്ചു കഴിഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെയാണ്. എല്ലാം നഷ്ടപ്പെട്ടു മരിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്ത് നിന്നും ഒന്നും നേടാൻ കഴിയാത്തവനെ പോലെ ആയി പോകുന്ന ചിന്താഗതിയോടുകൂടിയായിരിക്കും ഒരു അവിശ്വാസി എന്ത് ചെയ്യുക, ജീവിക്കുക. വിശ്വാസമില്ലാത്തവൻ ജീവിക്കുക. എന്നാൽ വിശ്വാസിയെക്കുറിച്ച് അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, അവർക്ക് ഇങ്ങനെ പറയാൻ കഴിഞ്ഞത്. എന്തുകൊണ്ടാണ് പറഞ്ഞത്, അവർ ഞങ്ങളോടൊപ്പം ഇരുന്നിരുന്നുവെങ്കിൽ, അതായത് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു, ലൗ കാനു ഇൻദന, അവർ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ ലൗ മാ മാതു, അവർ മരിക്കില്ലായിരുന്നു എന്ത് ചെയ്തത്, അവർ പറഞ്ഞത്. അല്ലാഹു തആല ആ ആയത്തിൽ പറഞ്ഞതാണ് എന്ത്, അവിശ്വാസികൾ പറഞ്ഞു. എന്താണ് പറഞ്ഞത്, അവർ ആ യാത്ര ചെയ്യാതിരിക്കുകയോ അതല്ല എങ്കിൽ ആ ഒരു വഴിയിലേക്ക് പോകാതിരിക്കുകയോ ചെയ്തിരുന്നു, യുദ്ധം ചെയ്യാതിരിക്കുകയോ ചെയ്യില്ലായിരുന്നുവെങ്കിൽ അവർ മരിക്കില്ലായിരുന്നു. കാരണം എന്താണ്, അവർക്ക് മരണത്തെ ഭയമാണ്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, അവർ മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നേരെ തിരിച്ചാണ്. മരണം എന്നുള്ളത് നമുക്കൊരു പുതിയൊരു ജീവിതമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മരണം എന്നുള്ളത് ഒരു പുതിയ ജീവിതമാണ്.
ചിലപ്പോൾ വർഷങ്ങളായിക്കൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യാം, ബർസഹിയായിട്ടുള്ള ജീവിതം നമ്മൾ എന്ത് ചെയ്യാം, ജീവിതത്തിലൂടെ കടന്നു പോയേക്കാം, വർഷങ്ങളോളം കടന്നു പോയേക്കാം. എൻ്റെ ഉമ്മ മരണപ്പെട്ടിട്ട് ഇന്നത്തേക്ക് 23 വർഷമായി. 23 വർഷമായിട്ട് എൻ്റെ മാതാവ് ഖബറിലാണ്. മാതാവിന്റെ മാതാവ്, മാതാവിന്റെ പിതാവ്, അങ്ങനെ എടുത്തു വെച്ച് നോക്കുമ്പോൾ, കാലങ്ങളായിട്ട് എടുത്തു വെച്ച് നോക്കുമ്പോൾ ഇന്നും ഇബ്രാഹിം നബി അലൈഹിസ്സലാം 6000 വർഷത്തിന് മേലെയായിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാം ഇന്നും ഖബറിലാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം ഇന്നും ഖബറിലാണ്, ആദം അലൈഹിസ്സലാം ഇന്നും ഖബറിലാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പോകുമെന്നുള്ളതിലല്ല കാര്യം, നമുക്കൊണ്ട് വിശ്വാസമുണ്ട്. എന്ത് എത്രത്തോളം പോയാലും ഒരു ജീവിതം വരാനുണ്ട്, ഒരു പുനർജീവിതം വരാനുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതാണ് നമ്മൾ ആ വിശ്വാസികളിൽ നിന്നും വേർതിരിക്കുന്നത്. എന്താണ്, ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നിയേക്കാം, എന്താണ് തോന്നലുണ്ടാകുക, അതായത് നാളെ റബ്ബിന്റെ മുമ്പിൽ എനിക്ക് പോയി നിൽക്കേണ്ടി വരുമല്ലോ എന്നുള്ളൊരു പേര് നമുക്കുണ്ട്. നമുക്ക് ഓരോരുത്തർക്കുമുള്ളതാണ്. മറ്റുള്ളവരെ അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്നുള്ളത് ഒരു യാദൃശ്ചികമാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതം എന്നുള്ളത് ഒരു പരീക്ഷണമാണ്. എന്തെങ്കിലും ഡൗട്ടുണ്ട്, നമ്മുടെ ജീവിതം ഒരു പരീക്ഷണമല്ല എന്ന് പറയത്തക്ക രീതിയിൽ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടോ? വലനബലുവന്നക്കും, അല്ലാഹു തആല പറഞ്ഞത്, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് ഖുർആനിലെ ആയത്തുകളിലൂടെ അല്ലാഹു തആല പരീക്ഷണത്തിന്റെ എല്ലാ തരത്തിലുള്ള മേഖലകളും അല്ലാഹു തആല നമ്മളോട് പറയുന്നുണ്ട്. ജീവിതം എന്നുള്ളത് പരീക്ഷണമാണ്. എന്തിനുള്ള പരീക്ഷണം? എങ്ങനെയാണോ നമ്മൾ ആയിത്തീരുന്നതെന്നുള്ള പരീക്ഷണമാണ്. അല്ലാഹു തആല പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഭൂമിയിലോട്ട് സൃഷ്ടിച്ചത്. എങ്ങനെ നമ്മൾ ജീവിക്കുന്നു എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അല്ലാഹു തആല ഈ ഭൂമിയിലോട്ട് നമ്മൾ എന്ത് ചെയ്തത്, വിട്ടത്. സഹോദരങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളിൽ പലരും, നമുക്ക് സുഹൃത്തുക്കളുണ്ടാകാം, ഈ LYCക്ക് തന്നെ അല്ലെങ്കിൽ ഈ തദബ്ബുർ എന്ന് പറയുന്ന ഖുർആൻ ക്ലാസ്സിലേക്ക് പ്രത്യേക പല സാഹചര്യങ്ങൾ കൊണ്ട് എത്തിപ്പെടാൻ കഴിയാത്തവരുണ്ടായേക്കാം. അതല്ല എങ്കിൽ ഈ സമയത്ത് ഈ ഏജിലുള്ള എത്രയോ ആളുകൾ മൊബൈലിന് മുമ്പിൽ ഇരുന്നു കൊണ്ട് ഇൻസ്റ്റഗ്രാം റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്ന എത്രയോ യുവതലമുറകളെ ഇന്ന് റൂമുകളിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഈ മെസ്സേജ് വന്നിട്ട് പോലും ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം നമ്മുടെ വിശ്വാസവുമായി കൊണ്ട് ബന്ധപ്പെട്ടതാണ്. അതാണ് അല്ലാഹു തആല പറഞ്ഞ ആയുഹല്ലദീന ആമനു, മരണം എന്നുള്ളത്, ജീവിതം എന്നുള്ളത് നമുക്കൊരു പരീക്ഷണമാണ്. നമ്മൾ അതിനങ്ങനെ തന്നെ ഉൾക്കൊള്ളണം. എന്തുകൊണ്ട്? അതിൻ്റെ മൂന്നാമതായി കൊണ്ട് പറഞ്ഞു, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോവുകയാണ്. അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം അവസാനിച്ചു, മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചു. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഇതൊരു മടങ്ങിപ്പോക്കാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, കും ഫിദ് ദുനിയ കഅന്നക ഗരീബുൻ ഔ ഗാബിറുസ് സബീൽ, നിങ്ങൾ ഈ ലോകത്ത് ഒരു വഴിയാത്രക്കാരനെ പോലെ ആകുക, ഒരു വഴിയാത്രക്കാരനെ പോലെയോ ഒരു അപരിചിതനെ പോലെയാകുക. കാരണം എന്താണ്? ഈ ലോകമെന്നുള്ളത് വെറും കേവലം ഒരു വന്നു പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ഇടം മാത്രമാണ്. ഒരു യാത്രക്കാരൻ ഒരു സ്ഥലത്ത് പോയി തങ്ങുന്നതിനുള്ള ഒരു യാത്രക്കാരൻ്റെ ഒരു ഇടത്താവളമായി മാത്രമാണ് നിങ്ങൾ ഈ ലോകത്തെ കാണാൻ കഴിയേണ്ടതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോൾ നമ്മൾ ഓരോരുത്തരും അതിനെ വഹിക്കേണ്ടത് നെഞ്ചുകൾ കൊണ്ടാണ്. ഈ ലോകത്തുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും ആസ്വദിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം നമുക്ക് അല്ലാഹു തആല തന്നിട്ടുണ്ട്. എങ്കിലും നമ്മൾ മറക്കാൻ പാടില്ല, നമ്മൾ ഓരോരുത്തരും ഈ യാത്രയിലൂടെ, ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന ഓരോ യാത്രികനാണെന്ന് നമ്മൾ മറക്കാൻ പാടില്ല നമ്മൾ ഓരോരുത്തരും. അപ്പോൾ സഹോദരങ്ങളെ, ഒന്നാമതായി കൊണ്ട് പറഞ്ഞത് ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ ഇതൊരു കുഫറും അതുപോലെ തന്നെ ഈമാനും വിശ്വാസികളും കാഫിര്യങ്ങളും തമ്മിലുള്ളൊരു പുനർവിചിന്തനമാണ്. രണ്ടാമതായി കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഇൽമു നഫ്സി ഖൗഫിൽ മൗത്ത്, ഇൽമു നഫ്സി ഖൗഫിൽ മൗത്ത്, മരണഭയത്തിന്റെ മനഃശാസ്ത്രത്തെക്കുറിച്ചാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് പറഞ്ഞത്? അവരങ്ങനെ പോയില്ലായിരുന്നുവെങ്കിൽ അവർ മരിക്കില്ലായിരുന്നു, അല്ല എങ്കിൽ അവർ യാത്ര ചെയ്തില്ലായിരുന്നുവെങ്കിൽ അവർ മരിക്കില്ലായിരുന്നു എന്നാണ് അവിശ്വാസികൾ പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഡെത്ത് ആങ്സൈറ്റി, അതായത് മനുഷ്യന് മരണഭയം ഉണ്ടാകും, എല്ലാ രീതിയിലും മരണഭയം ഉണ്ടാകും. എപ്പോൾ? യാത്ര ചെയ്യുമ്പോൾ മരണഭയം ഉണ്ടാകും. ഒരു അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ എല്ലാ രീതിയിലും മരണഭയം ഉണ്ടാകാം. എങ്ങനെ? ഒരു യാത്ര ചെയ്യുമ്പോൾ മരണഭയം ഉണ്ടാകാം. അതുപോലെ തന്നെ അവന്റെ റിസ്കിൽ ഒരു ജോലി മാറുന്നതിനെ കുറിച്ച് അവന് പേടിയുണ്ടാകാം. എല്ലാ രീതിയിലുള്ള പരീക്ഷണങ്ങളും അവനെ സംബന്ധിച്ചിടത്തോളം ആകാം. എല്ലാത്തിനും ഒരു പേടിയായിരിക്കും അവനെ സംബന്ധിച്ചിടത്തോളം. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. എന്ത് സംഭവിച്ചാലും അലല്ലാ തവക്കൽ, എല്ലാം അള്ളാഹുവിന്റെ മേലിലാണ്, എല്ലാം അള്ളാഹുവിന്റെ വിധി പ്രകാരമാണ് നടക്കുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മരണത്തെ അവർക്ക് ഭയമാണ്, മരണത്തെ പേടിയാണ്.
അതിനോട് എന്ത് കാര്യം ചെയ്യാനും പേടിയാണ്. പക്ഷെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതല്ല. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി എന്താണ് പറഞ്ഞത്? മരണഭയം ഉള്ളിലുണ്ടെങ്കിൽ അത് ഈമാനിന്റെ ദൗർബല്യം എന്നാണ്. അതായത് മരണഭയം നമ്മളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് ഈമാനിന്റെ ദൗർബല്യമാണ്. ഈമാൻ കുറയുന്നതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് എന്ത് മരണഭയം ഉണ്ടാകുക എന്നുള്ളത്. നമുക്ക് ഓരോരുത്തർക്കും മരണഭയം ഉണ്ടാവും അല്ലേ? എനിക്ക് മരണഭയമുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും മരണഭയം ഉണ്ടാവും. എന്തിനാ മരണഭയം ഉണ്ടാകേണ്ടത്? മരണഭയം ഉണ്ടാകുന്നതുകൊണ്ട് തെറ്റുണ്ടോ? ഉണ്ടോ? തെറ്റില്ല. എന്ത് ഓർത്തുകൊണ്ടായിരിക്കണം മരണഭയം ഉണ്ടാകേണ്ടത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം മരണഭയം ഉണ്ടാകേണ്ടത്? നന്മകൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു പുനർവിചിന്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു മരണഭയം ഉണ്ടാകാം. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് കാവലിനെ തേടണം. കാരണം പെട്ടെന്ന് അങ്ങ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, തൗബ ചെയ്യാനുള്ള സമയമൊന്നും ചിലപ്പോൾ എന്ത് ചെയ്യുന്നില്ല, കിട്ടിക്കൊള്ളണമെന്നില്ല. എന്ന് പറഞ്ഞ് വയസ്സായി അതായിട്ട് ആ ഒരു ജീവിതത്തെക്കുറിച്ചല്ല, ആ ഒരു അർദ്ധലിലേക്ക് പോകുന്നൊരവസ്ഥയല്ല. പക്ഷേ എന്ത് ചെയ്യാം? അള്ളാഹുവിൻ്റെ അടുത്ത് തൗബ ചെയ്യുവാനുള്ളൊരു സമയം തരണമെന്ന് എന്ത് ചെയ്യണം? നമുക്ക് ഓരോരുത്തർക്കും വേണം സഹോദരങ്ങളെ. ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് പറഞ്ഞില്ലേ, 60 വർഷം അല്ലെങ്കിൽ 65 അല്ലെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ 70 75. ഇന്നത്തെ ജനറേഷൻ സംബന്ധിച്ചിടത്തോളം മാക്സിമം പോയി കഴിഞ്ഞാൽ 70 75 ജനമേൽ പോകില്ല. അത്രയും നാൾ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാണിക്കുന്ന കോലാഹലങ്ങളും എല്ലാം ഇതിനു വേണ്ടിയിട്ടാണ്. ആലോചിച്ച് നോക്കുക, ഒരു പ്രായപൂർത്തിയായതിനു ശേഷം എന്തൊക്കെയാണ് ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടാകുക എന്ന്. അപ്പോൾ സഹോദരങ്ങളെ മറക്കരുത് മരണഭയം. അതുപോലെ തന്നെ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ മരണത്തോടെ എന്തുണ്ടാകുക? മരണഭയം ഉണ്ടാകുക ഈമാനിന്റെ ദൗർബല്യമാണ്. മരണഭയം ഉണ്ടാകണം. അള്ളാഹുവിൻ്റെ അടുത്തേക്ക് എപ്പോഴും പോകേണ്ടി വരുമെന്നുള്ള ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അതുകൊണ്ട് അമലുകൾ ചെയ്യുന്നതിൽ നിന്നും അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ നിന്നും വിട്ടുനിൽക്കാൻ പാടില്ല. മൂന്നാമതായി കൊണ്ട് പറഞ്ഞത് എന്താണ്? ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഖദർ വൽ ഖലാ. വിശ്വാസ കാര്യങ്ങൾ എത്രയാണ്? 6 എന്തെങ്കിലും സംശയമുണ്ടോ? വിശ്വാസ കാര്യങ്ങൾ അതിൽ ഏറ്റവും അവസാനത്തെ വിശ്വാസം ഏതാണ്? ഏറ്റവും അവസാനത്തെ വിശ്വാസം നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നുള്ള വിശ്വാസമാണ്. ഖദറിലുള്ള വിശ്വാസം അതൊരു ഭയങ്കര കാര്യമാണ്. ഖദറിലുള്ള വിശ്വാസം ഒരു ഭയങ്കര കാര്യമാണ്. കാരണം ഖദറിലുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ യഥാർത്ഥ വിശ്വാസിയാകുകയുള്ളൂ. ഖദറിലുള്ള വിശ്വാസം നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥ വിശ്വാസിയാകുകയുള്ളൂ. കാരണം എന്താണ്? ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം അള്ളാഹുവിൻ്റെ ഉത്തരവ് പ്രകാരമാണെന്നുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എങ്ങനെയാണ്? ഒന്നാമതായി കൊണ്ട് മനസ്സിലാക്കേണ്ടത് അൽ ഇൽമു, അറിവ്. അള്ളാഹുവിന് എല്ലാം അറിയാം എന്ന് നമുക്ക് ഓരോരുത്തർക്കും വിശ്വാസം വേണം. എൻ്റെ ജീവിതത്തിലെ രഹസ്യങ്ങളും പരസ്യങ്ങളുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ റബ്ബിനറിയാമെന്നുള്ള ഇൽമ്, ആ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിൽ വേണം. രണ്ടാമത്തേതായി കൊണ്ട് പറഞ്ഞിട്ടുണ്ട് അൽ കിതാബ്. ഏതാണ് ആ കിതാബ് കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? ലൗഹുൽ മഹ്ഫൂസ്. എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതി വെക്കപ്പെട്ടിട്ടുണ്ടെന്ന് എന്ത് ചെയ്യുക? നമ്മളിലുള്ള വിശ്വാസം. എല്ലാ കാര്യങ്ങളും, ഒരു മനുഷ്യൻ ജനിക്കുന്നത് മുതൽ അവൻ മരിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ മുഴുവനും ലൗഹുൽ മഹ്ഫൂസിൽ എഴുതി വെക്കപ്പെട്ടതാണ്. അത് നമ്മൾ തിരിച്ചറിയുക. മൂന്നാമതായി കൊണ്ട് മനസ്സിലാക്കേണ്ടത് അൽ മഈഷ, അതായത് ഉപജീവന മാർഗം. അത് അള്ളാഹു തരുന്നു എന്ന് എന്ത് ചെയ്യുക? നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി വെക്കുക. ഉപജീവന മാർഗം അള്ളാഹുവാണ് നൽകുന്നത്. ഉപജീവന മാർഗം നൽകുന്നത്. നാലാമതായി കൊണ്ട് മനസ്സിലാക്കി വെക്കുക അൽ ഖാലിഖ്, സൃഷ്ടി. അൽ ഖൽഖ്, സൃഷ്ടി. അത് അള്ളാഹുവിനുള്ളതാണ്. അള്ളാഹുവാണ് സൃഷ്ടിക്കുന്നത്. പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മൂന്നാമത്തത്, അപ്പം ആദ്യം പറഞ്ഞത് വിശ്വാസവും അവിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം. രണ്ടാമത് പറഞ്ഞത് മരണത്തെക്കുറിച്ചുള്ള അൽ ഖൗഫു അനിൽ മൗത്ത്, മരണത്തെക്കുറിച്ചുള്ള ഭയം. മൂന്നാമതായി കൊണ്ട് പറഞ്ഞത് അൽ ഖലാഉ വൽ ഖദറു. സഹോദരങ്ങളെ ആലോചിച്ച് നോക്കുക, ഇതൊരു ഭയങ്കര വിഷയം. ഞാൻ പറഞ്ഞില്ലേ, ഈ വിഷയം നിങ്ങൾ ഓരോരുത്തരും പഠിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ഖലായിലുള്ള വിശ്വാസം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താണ്? ലാമും വാവും, ലവ് എന്ന പദം, എങ്കിൽ എന്നുള്ള പദം, ആ പദം ശൈത്താനിൽ നിന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ കാരണം?
ഞാൻ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു, ഞാൻ അവിടെ പോയിരുന്നെങ്കിൽ ഇങ്ങനെ പറ്റില്ലായിരുന്നു, ഞാനിത് വായിച്ചിരുന്നെങ്കിൽ എനിക്ക് എക്സാം എഴുതാൻ പറ്റുമായിരുന്നു, ഞാനത് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇതിലും നല്ലത് കിട്ടിയേനെ, ഞാൻ ചെയ്തിരുന്നെങ്കിൽ ഈ ചെയ്തിരുന്ന എങ്കിൽ എന്നുള്ള പദം ശൈത്താൻ എന്നതാണ്. ശൈത്താൻ എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നതാണത്. എങ്കിൽ എന്നുള്ള പദം നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല ജീവിതത്തിൽ. കാരണം എന്താണ്? കാരണം അത് ഖളാനെ ചോദ്യം ചെയ്യലാണത്. ഖളാനെ ചോദ്യം ചെയ്യലാണ്. അള്ളാഹു നമുക്ക് എഴുതി വെക്കപ്പെട്ട കാര്യത്തെ ചോദ്യം ചെയ്യലാണത്. അപ്പോൾ സഹോദരങ്ങളെ മനസ്സിലാക്കുക, ഞാനങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എങ്ങനെ സംഭവിക്കില്ലായിരുന്നു, ഞാനങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഞാൻ ഇങ്ങനെ സംഭവിക്കുമായിരുന്നുള്ള നമ്മുടെ തോന്നലുകളാണത്. പക്ഷേ ഇതെല്ലാം എന്താണ്? ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വെക്കപ്പെട്ടതാണ്. പിന്നെ മൂന്നാമതായി കൊണ്ട് മനസ്സിലാക്കേണ്ടത് അസ്സഫർ വൽ ജിഹാദു, യാത്രയും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യലും. യാത്രയും അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യലും. അതാണ് അവർ പറഞ്ഞത്. അവർ യാത്ര ചെയ്തില്ലായിരുന്നുവെങ്കിൽ, അവർ അവരുടെ കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് യാത്ര ചെയ്തില്ലായിരുന്നുവെങ്കിൽ, അതുപോലെ തന്നെ അവർ ജിഹാദിന് പോയില്ലായിരുന്നുവെങ്കിൽ അവർ മരിക്കില്ലായിരുന്നു എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ആ ആയത്തിന്റെ അർത്ഥതലങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കി വെക്കുക. യാത്ര ചെയ്യേണ്ടത് ജീവിതത്തിലെ അവിഭാജ്യ ഘടകമാണ്, ചെയ്യേണ്ടി വരും. എവിടെ വെച്ചാണ് മരണപ്പെടേണ്ടതെന്നും എവിടെ വെച്ചാണ് എഴുതപ്പെടേണ്ടതെന്നും നമുക്കറിയില്ല. ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ സഹോദരങ്ങളെ മനസ്സിലാക്കി വെക്കുക. എന്താണ് യാത്ര? ചിലപ്പോൾ അത് റിസ്കിന്റെ ഭാഗമായിരിക്കാം. ജിഹാദ് അത് ഏറ്റവും ഉത്തമമായ ഒരു ഇബാദത്താണെന്ന് നമ്മൾ എന്ത് ചെയ്യുക? അറിഞ്ഞു വെക്കുക. സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കൂ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു 40,000 കിലോമീറ്ററുകളോളം യാത്ര ചെയ്തിട്ടുണ്ട്. 4000 കിലോമീറ്ററോളം അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു അപകടമോ ഒരു കാര്യമോ അദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടില്ല, ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു 100 യുദ്ധങ്ങളിൽ പങ്കെടുത്തു. ഒരു മുറിവ് പോലും അദ്ദേഹത്തിന് മരണകാരണമാക്കിയിട്ടില്ല. അപ്പോൾ ഇതുകൊണ്ടൊന്നും എന്ത് ചെയ്യില്ല, ഈ കാരണങ്ങൾ കൊണ്ടാണ് ആ ഒരു കാരണങ്ങൾ സംഭവിച്ചതെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ഹെൽമറ്റ് ധരിക്കൽ നിർബന്ധമാണ്. ഹെൽമറ്റ് ധരിച്ചത് കൊണ്ട് മരിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാറിൽ സീറ്റ് ബെൽറ്റ് ധരിക്കണം എന്നുള്ളത് റൂളാണ്. എല്ലാവരും കാറിൽ യാത്ര ചെയ്യുന്നവരെല്ലാവരും സീറ്റ് ബെൽറ്റ് ധരിക്കണം എന്നുള്ളത് റൂളാണ്. എന്ന് പറഞ്ഞ് കാർ ആക്സിഡന്റ് ആയി മരിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. ഹെൽമറ്റ് ധരിക്കണം, സെയിം അവസ്ഥ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം ഇതൊരു പ്രൊട്ടക്ഷനാണ്. എന്ത് പറഞ്ഞുകൊണ്ട് ഇത് സംഭവിക്കില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇതെല്ലാം സംഭവിക്കാം. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതെല്ലാം അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഖത്തറുൽ ഹസറ, പരാജിതനായി തീരുക. എങ്ങനെയാണ് പരാജിതനായി തീരുക? ഒന്നാമതായി കൊണ്ട് നമ്മൾ ഈമാൻ കുറയും. ഈമാനിലുള്ള കുറവ് അതൊരു ഹസറത്താണ്, പരാജിതനായി തീർക്കും. രണ്ടാമത് എന്താണ്? നമ്മൾ ദുആ ചെയ്യുന്നില്ല. മൂന്നാമതായി കൊണ്ട് ജീവിതത്തെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നു, വെറുതെ സമയത്തെ പോക്കിക്കളയുന്നു. എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിരുന്ന് മണിക്കൂറുകളോളം രാത്രികളോളം ഇങ്ങനെ ടിവിയുടെ മുന്നിലായാലും ഈ സോഷ്യൽ മീഡിയയുടെ മുന്നിലായാലും മണിക്കൂറുകളോളം ഇരുന്നു കൊണ്ട് സമയത്തെ നഷ്ടപ്പെടുത്തുന്ന കാര്യം. അപ്പോൾ നമ്മളൊരു പരാജിതനായിക്കൊണ്ട് റബ്ബിന്റെ മുന്നിൽ ചെന്ന് നിൽക്കാനുള്ളൊരു സാഹചര്യം നമ്മളായിട്ട് തന്നെ എന്ത് ചെയ്യാൻ പാടില്ല? കെട്ടിവെക്കാൻ പാടില്ല, ഉണ്ടാക്കി വെക്കാൻ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യാൻ പാടില്ല? സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. സഹോദരങ്ങൾ, നമ്മൾ തിരിച്ചറിയണം. അതാണ് അഞ്ചാമതായി കൊണ്ട് പറഞ്ഞത്. ആറാമതായി കൊണ്ട് പറയുന്നത് ഹദഫുൽ ഹയാത്ത്, ജീവിത ലക്ഷ്യം. അള്ളാഹു പറയുന്നു, വല്ലാഹു ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് അള്ളാഹു കാണുന്നവനാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ആ ആയത്തിന്റെ ലാസ്റ്റിൽ കാണാം. അപ്പോൾ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് നമ്മൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം? എന്തായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം? ഒന്ന്, എന്തിനാണ് നമ്മളിവിടെ ജീവിക്കുന്നത്? നമ്മളെ സൃഷ്ടാവിനെ അറിയാനാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. നമ്മൾ അള്ളാഹുവിനെ അറിയണം. നമ്മൾ അള്ളാഹുവിനെ അറിയലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം. അള്ളാഹുവിനെ അറിയണം. അള്ളാഹുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ പ്രയാസം ഉണ്ടാവില്ല, ബുദ്ധിമുട്ടുകളുണ്ടാവില്ല, രോഗങ്ങളൊന്നും ഒരു പ്രശ്നമായിരിക്കില്ല. അള്ളാഹുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഒരു ബുദ്ധിമുട്ടായി മാറില്ല നമുക്ക്. രണ്ടാമതായിക്കൊണ്ട് എന്ത് ചെയ്യുക? അള്ളാഹുവിനെ ആരാധിക്കുക, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമാക്കുക. മൂന്നാമതായിക്കൊണ്ട് മനസ്സിലാക്കുക, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കുക. 3 കാര്യങ്ങൾ ജീവിതത്തിൽ ഓർത്തു വെക്കുക. ഈ ജീവിതം എന്നുള്ളത്, ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളത് അത് അള്ളാഹുവിനെ അറിയാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം. കേവലം ഒരു യാത്രയല്ല ഇത്. അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ടുള്ള യാത്രയായിരിക്കണം. എവിടുന്നോ വന്ന് എങ്ങോട്ടോ പോകുന്ന യാത്രയല്ല.
കൃത്യമായിക്കൊണ്ട് അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതം നമുക്ക് എന്ത് ചെയ്യണം? നയിക്കാൻ കഴിയണം. അതാണ് ഈ ജീവിതം കൊണ്ട് നമ്മൾ അർത്ഥമാക്കേണ്ടത്. രണ്ടാമതായിക്കൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുക, അവന് മാത്രം എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക, അവനോട് തന്നെ എന്ത് ചെയ്യുക? ശുക്ർ ചെയ്യുക. ആ രീതിയിൽ ഈ ജീവിതത്തെ നമുക്ക് എന്ത് ചെയ്യണം? കെട്ടിപ്പടുത്താൻ കഴിയണം. മൂന്നാമതായി കൊണ്ട് പറഞ്ഞത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കുക, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കുക. ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതാണ് ഹദഫുൽ ഹയാത്ത്, ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആയത്തിൽ കാണാൻ കഴിയുന്നത്. ലാസ്റ്റ് ആയിക്കൊണ്ട് ഏഴാമതായിക്കൊണ്ട് നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത്, ഏറ്റവും അവസാനമായിക്കൊണ്ട് പറയാൻ പോകുന്നത് കൈഫ നസ്തഖ്ബിലുൽ മൗത, നമ്മൾ എങ്ങനെയാണ് മരണത്തെ സ്വീകരിക്കാൻ പോകുന്നതെന്നാണ്. നമ്മൾ മരണത്തെ എങ്ങനെയാണ് സ്വീകരിക്കാൻ പോകുന്നതെന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഉളിയത്തിൽ ജനാസ ഫഹ്തമല റിജാലു അലാ അനാഖിഹിം ഫഇൻ കാനത് സ്വാലിഹതൻ فإن كانت صالحة كدمني فإن كانت غير صالحة قالت أي يا ويلها أين تذهبون بها. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഉളിയത്തിൽ ജനാസ വെക്കപ്പെട്ടാൽ, ജനാസ ഒരു മനുഷ്യന്റെ മയ്യത്ത് അത് കുളിപ്പിച്ചതിന് ശേഷം ആ ജനാസ വെക്കപ്പെട്ടാൽ ഫഇൻ കാനത് ഗൈറ സാലിഹ, അത് ഒരു വിശ്വാസിയല്ലാത്ത സ്വാലിഹത്തല്ലാത്ത ഒരു ദേഹമാണെങ്കിൽ, ഒരു ശരീരമാണെങ്കിൽ, ഒരു ആത്മാവാണെങ്കിൽ, നമസ്കാരം ഉപേക്ഷിച്ചവനാണെങ്കിൽ, അള്ളാഹുവിന്റെ കർമ്മങ്ങൾ, അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാത്തവനാണെങ്കിൽ ആ ജനാസ പറയും, യാ വൈലഹ, ഓ നാശമേ, ഐന തദ്ഹബൂന ബിഹാ, എവിടേക്കാണ് ഈ ശരീരത്തെ കൊണ്ടുപോകുന്നത്, എങ്ങോട്ടാണ് നിങ്ങൾ ഇതിനെ കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ജനാസ വിലപിക്കും. ഇത് പറയുന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതിന്റെ സംസാരം, ഈ ജനാസയുടെ സംസാരം എല്ലാ വസ്തുക്കളും കേൾക്കും, ഇല്ലൽ ഇൻസാൻ, മനുഷ്യനൊഴിച്ച് ബാക്കിയുള്ള സർവ്വചരാചരങ്ങളും ഈ മനുഷ്യനെ കരച്ചിൽ കേൾക്കും. അത്തരത്തിലുള്ള അട്ടഹാസങ്ങൾ എല്ലാ ജീവജാലങ്ങളും കേൾക്കും. ഇല്ലൽ ഇൻസാൻ, മനുഷ്യനൊഴിച്ചുകൊണ്ട് ബാക്കി എല്ലാ സർവ്വവസ്തുക്കളും കേൾക്കും. വൈദാ സമിയ, ഇനി മനുഷ്യനെങ്ങാനും ഈ മനുഷ്യൻ കരയുന്നത്, ഈ ജനാസയുടെ വിലാപം കേട്ടുപോയി കഴിഞ്ഞാൽ ലസൈക, അവൻ ബോധരഹിതനായിക്കൊണ്ട് വീഴുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്നാണ്. സഹോദരങ്ങളെ മറക്കരുത്. നമ്മളാണ് നമ്മുടെ മയ്യത്തിനെ റെഡിയാക്കേണ്ടത്. നമ്മളാണ് അതിനു വേണ്ടിയിട്ടുള്ള ആ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് എടുക്കേണ്ടത്. നമ്മളാണ് ജീവിതത്തിന്റെ, ഈ കഴിഞ്ഞുപോയ ജീവിതത്തിന്റെ ഏറ്റവും അവസാനത്തിലെത്തുമ്പോൾ നമ്മളാണ് ആലോചിച്ച് നോക്കേണ്ടത്, എന്റെ ജീവിതം ഒരു സ്വാലിഹായിട്ടുള്ള ഒരു മരണമായി തീരുമോ എന്ന്, എന്റെ അമലുകൾ സ്വീകരിക്കുന്ന ഒരു വിശ്വാസിയായിക്കൊണ്ട് എനിക്ക് മരണപ്പെടാൻ കഴിയുമോ എന്ന് ആലോചിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ഇത് നമ്മുടെ മുന്നിലേക്കുള്ള ചോദ്യമാണ്. യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല നമ്മളോട് അഭിസംബോധന ചെയ്തത് നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കുക, ഇത് എന്നോട് തന്നെയാണോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കുക, മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഉത്തമ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശ്വാസികളായി മരിക്കുവാൻ അല്ലാഹു തആല നമ്മൾ ഓരോരുത്തർക്കും തൗഫീഖ് ചെയ്യുമാറാകണേ. റബ്ബുൽ ആലമീനെ, തമ്പുരാനെ, ഞങ്ങളിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കി നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകണേ നാഥ. അല്ലാഹുമ്മ ഫൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.